ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന പദം വളരെ കാലം മുമ്പേ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് ചോദിച്ചാൽ അത് റോൺജൻ എക്സ്റേ കണ്ടുപിടിച്ചത് 1895 തൊട്ടതിന് ശേഷമാണ്. എക്സ്റേ കണ്ടുപിടിച്ചതിന് ശേഷം എക്സ്റേ രശ്മികൾ ഡയഗ്നോസ്റ്റിക് റേഡിയോളജി വിഭാഗത്തിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും കോൺട്രാസ്റ്റ് സ്റ്റഡീസ്, ബേരിയം സ്റ്റഡീസ് ആൻഡ് റെയർലി ആൻജിയോഗ്രാം. പിന്നെ CT സ്കാനിന്റെയും MRIയുടെയും ആവിർഭാവത്തിന് ശേഷം ക്രോസ് സെക്ഷണൽ ഇമേജിംഗ് കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിനുശേഷം 1970 ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന പദം കൊണ്ടുവരുന്നത്. ഇതൊരു ഗാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ റേഡിയോളജിസ്റ്റ് മാർഗുലിസ് എന്ന് പറയുന്ന റേഡിയോളജിസ്റ്റിന്റെ GI റേഡിയോളജിസ്റ്റിന്റെ സംഭാവനയാണ്. ചെറിയ സുഷിരങ്ങളിലൂടെ ആബ്സസ്, ഡ്രെയിനേജ്, ബയോപ്സി പ്രൊസീജിയർ മുതലായ ചെറിയ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഓപ്പൺ സർജറി ഒഴിവാക്കിക്കൊണ്ട് ഈ ചികിത്സകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇനീഷ്യലി ആദ്യ കുറെ കാലമെല്ലാം ഇത് വെറും ആബ്സസ് ഡ്രെയിനേജിനും ബയോപ്സി പ്രൊസീജിയേഴ്സിനും വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. അതിനുശേഷം 1970s തൊട്ട് 1980s വരെയാണ് വാസ്കുലർ റേഡിയോളജി ഉണ്ടാകുന്നത്. വാസ്കുലർ റേഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറിയിൽ കൂടെയോ വെയിനിൽ കൂടെയോ ഒരു നീഡിൽ കടത്തിവിട്ട് നീഡിലിനെ ഒരു ഷീത്ത് കൊണ്ട് റീപ്ലേസ് ചെയ്ത് അതിനുശേഷം അതിനകത്തൂടെ 1-2 കത്തീറ്ററുകൾ, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ട്യൂബുകൾ കടത്തിവിട്ട് എവിടെയാണോ രക്ത തടസ്സം മുടിക്കുന്നതിനെ തുറക്കുകയും എവിടെയാണോ എക്സസ് ആയിട്ട് ബ്ലീഡിംഗ് ഉള്ളതിനെ നിർത്തുകയും ചെയ്തിട്ടുള്ള ചികിത്സാ രീതിയാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന പദം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇന്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിലുണ്ടാകുന്ന ക്ഷതങ്ങൾ, രക്തക്കുഴലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. ഇതേപോലെ തല തുറക്കാതെ ഓപ്പൺ സർജറി കൂടാതെ രക്തക്കുഴലിലും രക്തപ്രവാഹത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ചികിത്സാ സമ്പ്രദായത്തെയാണ് ഇന്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ബ്രെയിനിലെ രക്തക്കുഴലിലെ സംബന്ധമായ അസുഖങ്ങൾ, ബ്രെയിനിലെ രക്തക്കുഴൽ അടഞ്ഞു പോകുന്നതുകൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കുകൾ, അല്ലെങ്കിൽ രക്തക്കുഴൽ പൊട്ടി ഉണ്ടാകുന്ന രക്തസ്രാവം, മസ്തിഷ്ക രക്തസ്രാവം മുതലായവ വളരെ കോംപ്ലക്സ് ട്രീറ്റ്മെന്റ് ആണ്. ന്യൂറോ സർജറി ആണെങ്കിൽ ബ്രെയിൻ സ്കള്ള് തുറന്ന് അതിനെ ചികിത്സിക്കേണ്ടി വരും. ഇതെല്ലാം ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ ശരിയാക്കി വെറും സർജറി കൂടാതെ കത്തീറ്ററുകൾ കടത്തിവിട്ട് ബ്ലോക്കിനെ മാറ്റുകയും രക്തപ്രവാഹത്തെ തടയുകയും ചെയ്യുന്നുള്ള ചികിത്സാ രീതിയെയാണ് ഇന്റർവെൻഷണൽ ന്യൂറോ റേഡിയോളജി എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്.